ഹേ, സോനയാണ് ടീം എം ചെയ്യാനുള്ള നൈട്രോണിക്. നമുക്ക് ഫസ്റ്റ് ഒരു മോറൽ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കൺസിസ്റ്റൻസി ആൻഡ് പെർസവറൻസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ഓവർ കോൺഫിഡൻസ് ഓർ സ്പീഡ്. എഴുതിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് കാട്ടില് ഒരു റാബിറ്റ് ഉണ്ടായിരുന്നു. താനാണ് എല്ലാവരെക്കാട്ടിലും യോഗ്യൻ, തന്നെക്കാട്ടിലും സ്പീഡിൽ ഓടാൻ ഇവിടെ ആർക്കും സാധിക്കില്ല എന്ന് അവന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവൻ കാട്ടിൽ പ്രഖ്യാപിച്ചു, ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും വേഗതയിൽ ഓടാൻ കഴിയുന്ന മൃഗം, എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ടോട്ടോയിസ്, ഒരു ആമ വെച്ചാൽ ഏറ്റവും സ്ലോയിൽ പോകുന്ന ഒരു ആനിമലാണ്. ആ ആമ പറഞ്ഞു, ഞാൻ നിന്നോട് മത്സരിക്കാൻ തയ്യാറാണ്, ആരാണ് വിജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഇത് കേട്ട സമയത്ത് ആ മുയൽ ആ റാബിറ്റ് ഒരുപാട് ചിരിച്ചു. എന്നിട്ട് അവനെ കളിയാക്കി, ഇത്രയും സ്ലോയിൽ പോകുന്ന നീയാണോ ഈ കാട്ടിലെ ഏറ്റവും വേഗതയിൽ പോകുന്ന എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെ പലതും പറഞ്ഞ് ആ മുയൽ ആമയെ ഒരുപാട് കളിയാക്കി. പക്ഷെ ഇതൊന്നും ആമ ശരി കൊണ്ടില്ല. അങ്ങനെ മത്സരം ആരംഭിച്ചു. മുയൽ ആദ്യം തന്നെ ഓടി ഒരു മരത്തിന്റെ അടിയിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ ഭയങ്കര സ്ലോയില് വരികയാണ്. അപ്പോൾ ഈ മുയൽ വിചാരിച്ചു, എനിക്കിനി ഒരുപാട് നേരം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുത്ത് ഉറങ്ങിയിട്ടൊക്കെ പോവാണ്. അങ്ങനെ ആ മുയൽ മരത്തിനടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്തും ഈ ആമ ഒട്ടും നിർത്തുകയോ ഒന്നും ചെയ്യാണ്ട് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് തന്നെ മെല്ലെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഈ മുയൽ എഴുന്നേറ്റില്ല. മുയൽ നല്ല ഉറക്കത്തിലായിപ്പോയി. പെട്ടെന്ന് ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ആമ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. മുയൽ ഭയങ്കര സ്പീഡിൽ ഓടിയെങ്കിലും അവിടെ എത്താൻ സാധിച്ചില്ല. ആ ആമ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ സമയത്ത് മുയൽ ആമ എടുത്തൊന്ന് ചോദിച്ചു, നീ എങ്ങനെയാണ് വിൻ ചെയ്തത്? ഞാൻ നിന്നെക്കാട്ടിൽ എത്രയോ സ്പീഡിൽ വന്നത്, എന്നിട്ട് ഞാൻ തോറ്റത് എങ്ങനെയാണ്? ആമക്ക് മുയലിന് തീരെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആ സമയത്ത് ആമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ നിന്നെ പോലെ ഓവർ കോൺഫിഡൻസ് കാണിക്കാതെ ഞാൻ എനിക്കുള്ള വേഗതയിൽ എനിക്ക് സാധിക്കുന്നതിന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഞാൻ വിജയിച്ചത് എന്ന്. സോ അതിൽ നമുക്ക് മനസ്സിലാക്കാം, കൺസിസ്റ്റൻസിയാണ് ഒരു സക്സസിന്റെ കീ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ച് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കതിൽ ഒരു റിസൾട്ട് ഉണ്ടാവും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.